ഗൈസ് ഇന്ന് ഞങ്ങളുടെ നാടിനെ പരിചയപ്പെടുത്താൻ പോകാട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ നടന്ന് അവിടെ കല്ലാറിലോട്ട് പോകുകട്ടോ ഗൈസ്. ഗൈസ് ഈ നടത്തത്തിനിടയിൽ ഒരു പ്രശ്നം കേട്ടോ ഗൈസ്. ഈ കള്ളമാമൻ കൊട പിടിക്കുന്നില്ല കേട്ടോ ഗൈസ്. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും സങ്കടമാട്ടോ ഗൈസ്. ഈ മാമൻ കൊട പിടിക്കുന്നില്ല ഗൈസ്. നിങ്ങൾ തന്നെ പറ, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൊട പിടിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ മാമൻ കൊട പിടിക്കും, അതല്ലേ ന്യായം? പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ കുറേ പേരൊക്കെ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? ഞാൻ നടന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. പിന്നെ മാമ നമുക്ക് ചായ ഒക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ എന്തോ. 8 പേരുണ്ട്. മനുഷ്യരെ നമ്മൾ 7 പേരും പുറകെ ഒരാളും ഉണ്ട്. അനുഗമിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം റോക്കി. നമ്മുടെ കൂടെ ഉള്ളവരാട്ടാ റോക്കി. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും സമീപ പ്രദേശത്തുള്ള ഒരു പള്ളി കല്ലാർ സെന്റ് ജോസഫ് ചർച്ച് ഗൈസ്. ഞാനൊക്കെ രാവിലെ ഈ പള്ളിയിലാട്ടോ ഗൈസ് വരാറ്. ഇതാ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് എൻ്റെ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ മെയിനായിട്ട് പറയുന്ന ഡെസ്റ്റിനേഷൻ ഇതാട്ടോ ഗൈസ്. ഗൈസ് എൻ്റെ പുറകിൽ കാണുന്ന ഈ മലയില്ല ഗൈസ്, അതാട്ടോ ഗൈസ് ലക്ഷ്മി ഹിൽസ്. ഈ മലയുടെ പുറകിലാട്ടോ ഗൈസ് ഞങ്ങൾ മൂന്നാർ കാണുന്നത് ഗൈസ്. ഈ മല എന്ന് പറയുന്നത് ഭയങ്കര രസമാട്ടോ ഗൈസ്. നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല മലയാട്ടോ ഗൈസ്. ഈ മലയിൽ വെള്ള പെയിന്റ് അടിച്ച മാതിരി കുഞ്ഞു കുഞ്ഞു അരുവികൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ആകാശം തൊട്ട് നിൽക്കുന്ന മാതിരി മലകൾ തോന്നുന്നുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക മനസ്സിൽ കിട്ടുന്നൊരു അനുഭവമാട്ടോ ഗൈസ് ഈ മലകളൊക്കെ. നിങ്ങൾക്ക് ഇതുപോലെ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഗൈസ് ഇതാട്ടോ ഗൈസ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതാട്ടോ ഗൈസ് ഞങ്ങളുടെ കല്ലാറാറ ഗൈസ്. പിന്നെ വെള്ളച്ചാട്ടങ്ങൾക്ക് സാധ്യത 2 ഭാഗങ്ങളായിട്ടുള്ളത്. നമ്മുടെ കല്ലാറാത്തിന് ഏകദേശം ഒരു രോഷ ഭാഗമാട്ടോ ഗൈസ്. മുകളിൽ നല്ല ശക്തിയിൽ കുത്തി പൊങ്ങി ഇങ്ങനെ പതഞ്ഞ ഉരുണ്ട് മറഞ്ഞ ഒക്കെ ആട്ടോ ഗൈസ് നമ്മുടെ കല്ലാറാറ് വരുന്നത് ഗൈസ്. ഇവിടെ ഇങ്ങനെ വെള്ളം ചാടാൻ നേരത്ത് വരുന്ന ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ മഞ്ഞായിട്ട് തോന്നുവാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ ഗൈസ്. ഞങ്ങളുടെ പുറകിൽ നല്ല രസമാണ്. എങ്കിലും കുറച്ച് ഭീകരകാരി ആട്ടോ ഗൈസ് നമ്മുടെ കല്ലാറാറ്. നല്ല രസമാട്ടോ. അതേ കാണുന്ന കേട്ടോ നമ്മുടെ കല്ലാറിലെ അയ്യപ്പൻ്റെ ക്ഷേത്രം. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് മേളിലാണ്, മേളിലെ കല്ലാർ എന്ന് പറയും. ഞങ്ങളുടെ സ്ഥലം വരുന്നത് താഴത്തെ കല്ലാറിലാണ്. ഇവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഇവിടെ ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ശബരിമല കഴിഞ്ഞാൽ 18 പടിയുള്ള 2ാമത്തെ ക്ഷേത്രം ഇതാട്ടോ. ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ ശബരിമല കഴിഞ്ഞാൽ 18 പടികളുള്ളത്. വേറെ അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ അങ്ങനെ ഇല്ലയെന്നാണ് പറയുന്നത്. ചായ കുടിക്കാനായിട്ട് കയറിയപ്പോൾ കേട്ടോ നമ്മുടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ അത് ബോണ്ടല്ലോ പറഞ്ഞത്. അപ്പോൾ 4 ബോണ്ട കേട്ടോ. ബോണ്ടല്ല കുറേ കുഴപ്പമില്ല ഗായ്സ്. നമ്മുടെ ബോണ്ടയിക്കണം കേട്ടോ. മോനോടെ പപ്സ് തന്നെയുള്ളൂ. പുള്ളികട എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ് പറയുന്നത്. ബോണ്ടയുടെ ഗൈസ് പുറത്ത് നല്ല മഴയാട്ടോ. രക്ഷയില്ലാത്ത മഴ. പുറത്ത് നല്ല മഴയാട്ടോ. മഴയത്ത് ഞങ്ങൾ ഒരു കുടയുടെ കീഴിൽ 2 പേരൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് തിരിച്ച് ഞങ്ങളുടെ ഘോഷയാത്ര പോകുകട്ടോ ഗൈസ്. നല്ല മഴയാട്ടോ ഗൈസ്. മഴയും അതുപോലെ തന്നെ തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ചൂട് ചായയുടെ ഒരു പവറിൽ ഞങ്ങൾ പോകുകട്ടോ ഗൈസ്. ഞങ്ങൾ നനഞ്ഞുകൊണ്ടുള്ള തിരികെയുള്ള യാത്ര ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. നടന്ന് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴയാട്ടോ ഗൈസ്. മഞ്ഞും മഴയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ മഴ പക്ഷെ മഴയത്ത് പോകുന്നൊരു വൈബാണ്. പക്ഷെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ വൈബും കുറയും. അത് കാരണം കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു കുടയുടെ കീഴിൽ 2 പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുക കേട്ടോ ഗൈസ്. ഇപ്പൊ ചായ പിടിച്ചിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് അങ്ങോട്ട് നോക്കിയേ അവന്മാരവിടെ കടയിൽ കയറിയിരിക്കുവാണ്. പിന്നെ അവിടെ തന്നെ പരിപാടി അവിടെ എന്നാ കടയിൽ പോയി അവിടെ നല്ല കാര്യം പറ. എനിക്കതായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഈ അലമ്പന്മാര് വീണ്ടും പോയി മിഠായി മേടിച്ച് തിന്നോണ്ടിരിക്കുന്നത്. ഇവന്മാരെ വയറ്റിൽ കൊക്കപ്പുഴാന്ന് തോന്നുന്നു. പക്രുവിന്റെ വയറ്റില് പപ്സ എന്ന് പറഞ്ഞ വയറ് കിടന്ന് കരയാന്ന് പറയണ പക്രു.
പബ്സ് ഒന്നും ഇല്ല അവിടെ. ഇല്ലെന്നേ, അവിടെ പഴയ പബ്സ് ആണ്. അവിടെ തണുത്ത പബ്സ് ആണ് ഉള്ളത്. ആ ചൂടാക്കിയിട്ടില്ല ഇവിടെ. ഓവനൊന്നും ഇല്ല അവിടെ. പാഴ്സൽ വാങ്ങിക്കാം മാമാ. ആ വാ പോവാം. നമുക്ക് പബ്സ് പിന്നെ മേടിക്കാം. പബ്സ് പിന്നെ മേടിക്കാം. ഇപ്പൊ മഴയല്ലേ, മഴയത്ത് പബ്സ് തിന്നാൻ കൊള്ളില്ല. മഴയത്ത് പബ്സ് തിന്നാ വയറ്റിളക്കം മേടിക്കാം, അതറിയാൻ പാടില്ലേ. മാമന്റെ പുതിയ നോളജ്. അതിനപ്പൊ എനിക്ക് മിഠായി ഒന്നുമില്ലേ? അങ്ങനെന്താ ഞാൻ കോലി മിഠായി തിന്നാ.